റേക്കൊക്കെ വിളിക്കലുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിളിക്കും. വിളിച്ചെന്താ പറയല്? ആർക്കും വെച്ച് അടുത്ത് കാണാന്ന് പറയും. ഒരു മാസം അവധി ഇങ്ങനെ പറഞ്ഞിപ്പോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒന്ന്, ആ റഹീമിൻ്റെ മോചനം. നമ്മൾ കഴിഞ്ഞ റമദാനല്ല അതിൻ്റെ മുൻപത്തെ റമദാനിൽ കോടികൾ പിരിവെടുത്തു. റഹീം ഇപ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞില്ല. ആ ഉമ്മ പറയുന്നുണ്ട് എന്നാണ് ഈ മകൻ ഇറങ്ങാൻ പോകുക എന്നുള്ളത്. ഇൻഷാല്ലാ ആ കാര്യം പറയുന്നതിന് മുൻപ് രണ്ടാമതൊരു കാര്യം, ഒരു 7 വയസ്സുള്ള കാസർഗോഡുള്ള ഷാക്കിർ എന്ന പേരുള്ള ഒരു പൊന്നു മോന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന മകൻ മിഠായി കണ്ടപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കടയ്ക്ക് ഓടിയതാണത്രേ. ആ ഉമ്മാനായിട്ട് വന്ന ആ കുട്ടി വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കാസർഗോഡാണ് ഈ കുട്ടിയുടെ വീട്. അപ്പോൾ ടൗണിലേക്ക് ഇവർ ഉമ്മാനൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരണം. അപ്പോൾ ഈ കുട്ടിക്ക് കേൾവി ശക്തിയുമില്ല, സംസാരശേഷിയുമില്ല. അതുകൊണ്ട് തന്നെ ശബ്ദങ്ങൾ കേൾക്കില്ല. ഈ വാഹനം വരുന്നത് ഈ കുട്ടിയുടെ സൗണ്ട് ഹോണടിച്ചതൊന്നും കേട്ടില്ല എന്നുള്ളതാണ്. ഈ 7 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. ഒരു സന്തോഷത്തോടെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയൊരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആൾ നല്ല ശ്രദ്ധിക്കാം. മക്കൾക്ക് ഈ പെരുന്നാളൊക്കെ ആയിട്ട് വിപണിയിലൊക്കെ ഭയങ്കര ആഘോഷങ്ങളും ആർമാദങ്ങളൊക്കെ ആയിരിക്കും. കൈവിട്ടു പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഏതായാലും അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ആ കുടുംബത്തിനുണ്ടായ ഒരു തീരാ നഷ്ടം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സംഭവം നേരിട്ട് അറിയുന്ന ആ നാട്ടിലുള്ള ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കുക. ഷാക്കിർ എന്നാണ് ഈ കുട്ടിയുടെ പേര്. പൊന്നുമോന് ആ ഒരു ഉമ്മാക്കുപ്പാക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ. അതോടൊപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, റഹീം. ഈ റഹീമിൻ്റെ മോചനം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. റഹീമിൻ്റെ മോചനം, ശിക്ഷാ കാലാവധി കഴിഞ്ഞു, ഡിസംബറിൽ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡിസംബറും കഴിഞ്ഞ് നമ്മളിപ്പോൾ മാർച്ചിലെത്തി. അപ്പോൾ എന്നാണ് ഇപ്പോൾ ഈ റഹീം ഇറങ്ങുക? നമ്മളാണെങ്കിൽ 44 കോടി രൂപ കൊടുത്തു. എന്തായാലും ആ ഉമ്മ പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ദുൽഹിജ്ജ മാസം, അതായത് ബലിപെരുന്നാളുടെ മുൻപ് അവൻ്റെ ശിക്ഷാ കാലാവധി കഴിയും. ഇൻഷാ അല്ലാ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്ക് ആര് പുറത്തിറങ്ങും? റഹീം പുറത്തിറങ്ങും. ആ ഉമ്മ മകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കും. വിളിക്കലുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിളിക്കും. വിളിച്ചെന്താ പറയല്? ആർക്കും വെച്ച് അടുത്ത് കാണാന്ന് പറയും. ഒരു മാസം അവധി ഇങ്ങനെ പറഞ്ഞിപ്പോ മെയ് മാസത്തേക്ക് എത്തുക. എത്തിച്ചേറ്റേ കാണട്ടെ. എന്റെ മുന്നിലായിട്ട് അള്ളാഹു എത്തിച്ചേറ്റൊക്കെ കാണാതെ അള്ളാഹു തരട്ടെ. മെയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? മെയിൽ വരുന്ന പറഞ്ഞു. ഇപ്പൊ നോമ്പായില്ല, മെയിൽ എത്തി കിട്ടട്ടെ. എത്ര മുന്നിൽ കണ്ടുമുട്ടാനുള്ള വിധ എത്തതോ ആർക്കും വെച്ച് അതൊന്നും പറയാനില്ല. ഈ നോമ്പിന് വിളിച്ചിന്? നോമ്പിന് വിളിച്ചിന്. ലോകത്തെയും പെട്ടെന്ന് വന്ന് കാണാൻ മെയ് മാസം മുന്നായിട്ട് അള്ളാഹു കയറ്റി കിട്ടട്ടെ എന്ന് കാര്യം. ഓക്കെ. എന്തായാലും ഞാൻ ഈ ഉമ്മാൻ്റെ മനസ്സൊന്ന് ആലോചിച്ചു. ഒരു മകൻ 10-20 വർഷമായിട്ട് ഒരു അറബിക്കുട്ടിയെ കൊല നടത്തിയെന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുക. ഒടുവിൽ ആളുകളുടെ എന്താ പറയുക, ഒരു നല്ല മനസ്സുകൊണ്ട് വലിയൊരു തുക സമാഹരിച്ചിട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ദിയാപണം കൊടുത്തിട്ട് ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി കാത്തിരിക്കാം. ആ ഉമ്മയുടെ ഓരോ ദിവസവും ഓരോ വർഷം പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ റമദാനിലാണ് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കാശ് കൊടുത്ത് 44 അതിലൊക്കെ എന്തൊക്കെ വിവാദങ്ങളൊക്കെ, നമ്മൾ ആ വിവാദങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ ഒന്നും നമ്മൾ പോണില്ല. അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ക്രൗഡ് ഫണ്ടിങ് എവിടെ ഉണ്ടോ അതൊക്കെ വലിയ തട്ടിപ്പ്. ഈ അടുത്തിപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് ചികിത്സക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചിട്ട് ആ ചികിത്സ നടത്തേണ്ട കുട്ടിക്ക് ആ കാശ് കിട്ടായിട്ട് പോലീസ് കേസ് എടുത്തിട്ട് കോടതി ശിക്ഷ നടപടി കൊടുക്കുന്ന ഒരു കേസ് വരണ്ട. ഈ അടുത്ത് തലശ്ശേരിയിലുള്ള ഒരു ക്യാൻസർ രോഗി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് 10-35 ലക്ഷം വരെ രോഗത്തിന് ചികിത്സക്ക് വേണം. ആ ചികിത്സക്ക് വേണ്ടിയിട്ട് അവർ സമീപിച്ചത് നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ ഒരു ഇങ്ങനെ പണം കൊടുക്കുന്ന ചാരിറ്റി നടത്തുന്ന ഒരു വലിയ ചാരിറ്റി സെലിബ്രിറ്റിനെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് മജ്ജ മാറ്റിവെക്കൽ എന്നുള്ളത് പറയണം, ഞങ്ങൾ പറയുന്ന ഹോസ്പിറ്റലിലെ ചികിത്സിക്കാവുന്ന. അപ്പോൾ എന്താണ്, ഈ വരുന്ന ലക്ഷങ്ങളുടെ ഒരു പങ്ക് അവർക്ക് വേണം. അവർ സമീപിക്കുന്നവർക്കൊക്കെ കമ്മീഷനാണ്. അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 100% തട്ടിപ്പാണ്. ഈ ഫണ്ടിങ് നടത്തുമ്പോൾ നല്ല കാശ് വെക്കും. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പാവങ്ങളായിട്ട് നമുക്കറിയാവുന്ന ആളുകൾ കൊടുത്താൽ പടച്ച റബ്ബിൻ്റെ മുൻപിലുള്ള കടം നമ്മൾ തീർക്കും. അല്ലാതെ ഈ മൊബൈലിൽ വന്നിട്ട് വിളിച്ചു പറയുന്ന ആ കരച്ചിൽ കണ്ടിട്ട് കാരണം അതിൻ്റെ കരച്ചിലിൻ്റെ കാശ് അവർക്ക് കിട്ടൂല ഫുള്ളായിട്ട്. അതൊക്കെ എടുക്കാൻ ഇവിടെ അതായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ഉമ്മ മകനെ കാണാൻ വേണ്ടി പോയിട്ട് പോലും ഇതിനിടയിലുള്ള തർക്കങ്ങൾ കാരണം ആ ഉമ്മാനെ കാണാൻ പോലും സമ്മതിക്കാത്ത റഹീമിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരുന്നു. വലിയ വിവാദവും വിഷമവും ഉണ്ടായൊരു വാർത്തയായിരുന്നു അത്.
എന്തായാലും അവിടെ നിന്ന് ചർച്ച നടത്തി. എന്നിട്ട് ആ ഒടുവിൽ മകൻ കണ്ടായത് അദ്ദേഹം നിസ്സഹായനാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇറങ്ങുന്ന ആളുകൾ കാണണ്ട, ഉമ്മാനെ കാണണ്ട എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കണ അയാൾ എന്താ ചെയ്യുക? എന്തായാലും ഉമ്മാക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. മലയാളി നമ്മുടെ പുറം നാട്ടിലൊരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ മെറിറ്റ് അല്ലല്ലോ നോക്കുക. ചെയ്തതൊക്കെ വലിയ അബദ്ധം തന്നെയാണ്. അവൻ പരിചരിക്കേണ്ട ഒരു കുട്ടീനെ ഗൾഫിൽ പോയിട്ട് കുറച്ച് നാളുകളാകുമ്പോഴേക്കും അവൻ എന്തോ തുപ്പിയപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതിൽ ആ കുട്ടിയുടെ എന്തോ ശ്വാസം എടുക്കണതൊക്കെ ഡിസ്കണക്റ്റായി. പക്ഷെ ആ കുട്ടിക്ക് അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ വേറൊരു അപകടം, ഒരു കിഡ്നാപ്പിംഗ് നടത്തിയതുപോലെ ചില നാടകം കളിച്ച് അവരെ കെട്ടിയിട്ടു, അതിനൊരാൾ സഹായിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് നമ്മൾ പറയും, ഒരു ക്രിമിനൽ മൈൻഡ് അവിടെ പേടിച്ചിട്ടോ എന്തോ ആയിരിക്കാം. എന്തായാലും അതൊരു ആക്സിഡൻ്റലി സംഭവിച്ചതല്ല. അപ്പോൾ അതൊരു വലിയ ഗൗരവമുള്ള കുറ്റം തന്നെയാണ്. അവർക്ക് 20 വർഷത്തെ ശിക്ഷ എന്നുള്ളതാണ്. അറബ് മാസം പ്രകാരം അത് ദുൽഹിജ്ജ മാസം ആകുമ്പോഴേക്കും പൂർത്തിയാവും. ഏതായാലും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുടുംബം എന്ത് ചെയ്തു? ഈ ഒരു ഇത്രയും 34 കോടി രൂപ എങ്ങാനും അവർ സ്വീകരിച്ചിട്ടുണ്ട്. വധശിക്ഷയിൽ നിന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഇതേപോലെ യമനിൽ കിടക്കണം നിമിഷപ്രിയുടെ വധശിക്ഷ, അതൊക്കെ വലിയ വിവാദമായിരുന്നു. കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ അസൂയാലുക്കൾ എങ്ങനെയും തകർക്കാൻ ശ്രമിച്ചിരുന്നു. എന്തായാലും അവരെ വധശിക്ഷക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴേക്കും കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് അത് മാറ്റിവെച്ചു. അവരും ഇതുപോലെ നാട്ടിൽ അണയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിമിഷപ്രിയയുടെ കുടുംബം. ആ കുടുംബമൊക്കെ എപ്പോഴും അവരെ തന്നെയാണ്. നിമിഷപ്രിയയുടെ കുടുംബം ഇവിടെ ഉള്ളത് യമനിലാണുള്ളത്. അതൊക്കെ വലിയ വിവാദങ്ങളും കാന്തപുരം ഉസ്താദിനെ വളരെ അവഹേളിക്കുന്ന രീതിയിൽ ആ കുടുംബം തന്നെ സംസാരിക്കേണ്ടായി. പലപ്പോഴും ഇതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്തോ പിന്നെ ശത്രുവായിട്ട് മാറും സഹായിച്ചോൻ. അങ്ങനത്തെ ഒരു കാലമാണ്. അവർ മോചിതരായിട്ട് വരട്ടെ, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു മലയാളിയായ ആളൊരു പുറത്തൊരു അപകടത്തിൽപ്പെട്ടാൽ ഒരു മലയാളി എന്നൊരു കോൺസെപ്റ്റിൽ നമ്മുടെ ആളായിട്ട് അവർ രക്ഷപ്പെട്ടു വരണം എന്നാണ് ശരാശരി ഒരു മലയാളി ആഗ്രഹിക്കുക. പിന്നെ ചെയ്ത ക്രൈമിൻ്റെ മെറിറ്റൊക്കെ നോക്കിയിട്ട് കുറ്റവാളി ആവണം, ഓനെ ശിക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ അവരെ കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല. നമ്മുടെ പടച്ചവനോട് അല്ലാഹു മുർഹംനി യാ അർഹമർ റഹീം എന്ന് പറയുകയും ചെയ്യും. ചുറ്റുള്ളവരോട് നമ്മൾ കരുണയും കാണിക്കാത്തവരാണെങ്കിൽ പിന്നെ അവരെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? അല്ലേ, ഇരട്ടത്താപ്പ് എന്നല്ല പറയണ്ടേ? അപ്പോൾ നമ്മൾ ഒരു കരുണയും ഒരു ഗഫൂറും അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പടച്ചവനോട്? നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ അങ്ങനെയാണ് ചെയ്യണം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു മാനം. എന്തായാലും റഹീമിൻ്റെ ഒരു മോചനം അൽഹംദുലില്ലാ അടുത്ത ബലിപെരുന്നാളാകുമ്പോഴേക്കും റഹീം വരും എന്നുള്ളതാണ് ആ സന്തോഷ വാർത്ത. നമ്മൾ പ്രാർത്ഥിക്കാം. വന്നിട്ട് ആ ഉമ്മ അത്രയും മകനെ നോമ്പെടുത്ത് കാത്തിരിക്കുന്ന ഒരു ഉമ്മയാണ്. ഉമ്മ സുന്നത്ത് നോമ്പെടുത്തിട്ട് ആ ഉമ്മാനെ നമ്മുടെ മലയാളികൾ അങ്ങനെ മറക്കില്ല. ഉമ്മയുടെ ഒരു നിഷ്കളങ്കമായ മുഖവും സംസാരവും അള്ളാഹു ആ കുടുംബത്തിന് വേഗത്തിൽ ആ ഉമ്മയും മകനും സംഗമിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. പിന്നെ അവർക്ക് വേണ്ടി വലിയൊരു തുക പിരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം അതുപയോഗിച്ച് നല്ലൊരു സെറ്റിൽമെൻ്റ് ആവട്ടെ നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഞാനന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ ലൈഫിൽ ഒരുപാട് വനിതകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഉമ്മ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രത്തിലുള്ള സ്ത്രീകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്വാധീനിച്ചൊരു വനിത ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചിലർക്ക് ഉമ്മ എന്നാവാം, ഭാര്യ എന്നാവാം. നമുക്ക് ഓരോ ഘട്ടത്തിൽ വെച്ചാൽ ഓരോ ആളുകളാവും. ഉമ്മമാരൊരു ഘട്ടത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും പുറത്തുള്ള വല്ല സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരു വനിത ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണം, എല്ലാത്തിനും തുല്യത വേണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് വെക്കുന്നത്. ചില ആളുകൾ തുല്യതയുടെ ആവശ്യമില്ല, സ്ത്രീകൾ എപ്പോഴും പ്രസവിക്കേണ്ടവരാണ്, സ്ത്രീകൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുക, ഭർത്താവിൻ്റെ പണി ചെയ്യുക, ഇത് ചെയ്യണമെന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്തായാലും അതൊന്നുമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എല്ലാവരും തുല്യ അവകാശികളാണ് എന്നുള്ളതാണ്. അതിൽ ആണ് പെണ്ണൊന്നും വ്യത്യാസമല്ല. ഖുർആനിലൊരു പ്രയോഗമുണ്ട്, റജുൽ എന്ന് പറഞ്ഞാൽ ആണ് എന്നല്ല. നല്ല കാര്യങ്ങളെ പക്വതയോടുകൂടി ചെയ്യുന്ന ആളുകളെയൊക്കെ പറയുന്നൊരു പേരാണ് റജുൽ എന്നുള്ളൊരു പ്രയോഗം. ഫാത്തിമ ബീവിയെ കുറിച്ച് ഹബീബ നബി പറഞ്ഞത് നീ റജുലാണ് എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ അത്തരത്തിലുള്ള പൗരുഷമുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെ കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുകളിലാണെന്നൊരു പ്രയോഗം പോലും ഖുർആനിലുണ്ട്. അപ്പോൾ ഇവിടെ ഖുർആനിൽ പറഞ്ഞ പല റജുല് നിസാഹ് എന്ന് പറയുന്നത് കാര്യങ്ങളെ കാര്യപ്രാപ്തി ഇല്ലാതെ ചെയ്യുന്ന ആളുകളുടെ ഒരു ഉദാഹരിക്കലായിട്ട് പോലും നിസാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിച്ചു, സ്ത്രീകളൊന്നിനും പറ്റാത്തവരാണ്, അബലകളാണ്. നല്ല ഭരണാധികാരികളായിട്ട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. സുൽത്താന റസിയ മുൻപത്തെ ചരിത്ര ഉദാഹരണം, ഇന്ദിരാഗാന്ധി, അതേപോലെ ശ്രീലങ്കയിൽ, ഇങ്ങനെ പലയിടത്തും കാണാം. അപ്പോൾ സ്ത്രീകളെ ഒരു അടിച്ചമർത്തുന്ന ഒരു ശീലമല്ല ശരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ വെറും പ്രസവിക്കാനുള്ളവരും ഭക്ഷണം പാചകം ചെയ്യാനുള്ളവരും. ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു മൊയ്ലിയരെ കണ്ടു. ആ മൊയ്ലിയർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മൊയ്ലിയർ പറയാണ്, റമദാനിൽ ഞാൻ വീട്ടിൽ ഫുഡ് വാങ്ങലാണെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് എല്ലാ ഫുഡും വാങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്?
അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞാട്ടോ, പാവല്ലേ നമ്മുടെ ഭാര്യമാർ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടങ്ങറാവുക, അവർക്കൊരു ദിക്റല്ലാനോ സ്വലാത്തല്ലാനോ ഒന്നും പറ്റാതെ ഈ ഒരു അസറിന് ശേഷം മുതൽ ഫുള്ള് തന്നെ അത് ആ ഇടങ്ങറാണ്. നമുക്കൊരു 4 ഉറുപ്പിക കൊടുത്ത് ഒരു പത്തിരി കിട്ടുമ്പോൾ ഒരു 40 പത്തിരി വേണ്ടി വരും, അല്ലെങ്കിൽ പൊറോട്ട വേണ്ടി കറി എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ പരമാവധി ഞാൻ കാശ് കൊടുത്ത് വാങ്ങലാണ്. നമ്മൾ നോമ്പെടുത്ത് വിഷമിച്ചിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭാര്യമാരിങ്ങനെ ഇടങ്ങറാവല്ലേ എന്ന് ആ ഉസ്താദിൻ്റെ ഒരു നല്ല മനസ്സൊക്കെ. ഇയാളെല്ലാം റമദാൻ 30 ദിവസവും നോമ്പുള്ള ദിവസം ഇയാൾ ഫുഡ് വാങ്ങലാണ്. അപ്പോൾ നമ്മളെ സ്വാധീനിച്ച സ്ത്രീ ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.